വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജിംനോസ്പേംസിൻ്റെ ക്ലാസിഫിക്കേഷനും അവരിൽ വരുന്ന കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് എടുക്കുന്നത്. സെറ്റ് എക്സാമിന് പതിവായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ജിംനോസ്പേംസ് തന്നെയാണ്. അതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇന്നേ ക്യാരക്ടറുള്ള ജിംനോസ്പേം ക്ലാസ് ഏതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോൾ സെറ്റ് എക്സാമിന് മാത്രമല്ല ഡിഗ്രിക്ക് ആയിക്കോട്ടെ പി ജിക്ക് ആയിക്കോട്ടെ ഈ ഒരു ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ അതെങ്ങനെ അത്രയും സിമ്പിളായിട്ട് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ക്ലാസ് മുഴുവനായിട്ട് കണ്ടു തീർക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ജിംനോസ്പേംസിന് 4 ക്ലാസ്സാണ് മെയിൻലി പഠിക്കാനുള്ളത്. സൈക്കഡേൽസ്, കോണിഫറേൽസ്, ജിങ്കോയിൽസ്, നീറ്റെയിൽസ്. അവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നീറ്റെയിൽസിന്. നീറ്റെയിൽസ് ആ ഡബ്ല്യു അവിടെ ഇല്ല കേട്ടോ. സോ ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? സൈക്കഡേൽസ് ആണ്. സൈക്കഡേൽസ് എന്ന് പറയുമ്പം ആ പേര് പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈക്കസ് ആണ് കേട്ടോ. ആ സൈക്കസ് CYCUS സൈക്കസ് എന്നുള്ള ആ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ സൈക്കസിന്റെ ലീഫും സൈക്കസിന്റെ കോണും ഒക്കെയാണ് ഈ ഒരു പിക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാം ട്രീ ഒക്കെ പോലെ കാണുന്ന പാം ട്രീ ആയിട്ട് റിസംബ്ലൻസ് ഉള്ള ആൾക്കാരാണ് സൈക്കഡേൽസിൽ വരുന്നത്. മെയിൻ ആയിട്ട് സൈക്കഡേൽസ് വരുന്നത് സൈക്കസ് തന്നെയാണ്. ഓക്കെ, സൈക്കസ് മാത്രമല്ല ഈ സൈക്കസിൽ തന്നെ പല സ്പീഷീസും ഉണ്ട്. സൈക്കസ് റെവല്യൂട്ട, സൈക്കസ് സെർസിനാലിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൂടാണ്ട് മെയിൻലി വരുന്നത് സാമിയ, ഡിയോണിഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ആണ്. മെയിൻലി നമ്മൾ പറയുന്നത് സൈക്കസ് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സൈക്കഡേൽസ് എന്ന് പറയുമ്പം ആൻഷ്യന്റ് മീസോസോയിക് എറയിൽ ഇവരുടെ ആ ഒരു പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മീസോസോയിക് എറയിൽ തൊട്ട് ഇപ്പോഴും ഈ ഒരു സൈക്കസ് പ്ലാന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ലിവിങ് ഫോസിൽസ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സോ ഇവയെ കാണാൻ വേണ്ടിയിട്ട് പാം ലൈക്ക് പന പോലെയാണ് ഇവരുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. പാം ലൈക്ക് ഇതാ മുകളിൽ പന പോലെയുള്ള കുറേ ഇലകൾ ഇങ്ങനെ ക്രൗൺ ഓഫ് ലാർജ് പിന്നീറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. ഓക്കെ, സൈക്കഡേൽസിന്റെ പ്രത്യേകത പിന്നീറ്റ്ലി കോമ്പൗണ്ട് ആണ്. ക്രൗൺസ് ഓഫ് ലാർജ് മുകളിൽ ക്രൗൺ പോലെ ആയിരിക്കും അവരുടെ ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ഒരു സ്മോൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ട്രങ്ക് ഉണ്ടായിരിക്കും. അവയുടെ സ്റ്റെം കുറച്ച് ചെറുതായിരിക്കും പക്ഷെ സിലിണ്ടറിക്കൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ പ്ലാന്റ്സിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാകും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാകും, പക്ഷെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഡയേഷ്യസ് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്. സോ അവര് വളരെ പതുക്കെ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. പക്ഷെങ്കിൽ അവർക്ക് ഒരു thousands of years ജീവിച്ചിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ജിംനോസ്പേമിൽ തന്നെ ഏറ്റവും പ്രിമിറ്റീവ് എന്ന് വേണമെങ്കിൽ നമ്മൾ സൈക്കഡേൽസിനെ പറയാം. പിന്നെ അവർക്ക് യുണീക്ക് ആയിട്ട് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ റൂട്ടാണ്. ഓക്കെ, കോറലോയിഡ് റൂട്ട്. അതിന്റെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കോറലോയിഡ് റൂട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഒട്ടനവധി ഇമേജസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ എല്ലാ പ്ലാന്റ്സിനും ഉള്ള പോലെ തന്നെ സാധാരണ ടാപ്പ് റൂട്ടും നമ്മളുടെ സൈക്കഡേൽസിനുണ്ട്. പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാ? ആങ്കറേജിനും അബ്സോർപ്ഷൻ, ന്യൂട്രിയൻസ് അബ്സോർപ്ഷനും വേണ്ടിയിട്ടാണ്. അത് കൂടാണ്ട് ഈ ഒരു കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത് അതൊരു നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയ കാണപ്പെടുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ കുറേ വൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയയുടെ അസോസിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കോറലോയിഡ് റൂട്ട് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മുടെ സൈക്കഡേൽസിലാണ്. ഇതിൽ 2 ടൈപ്പ് ലീവ്സ് പ്രസന്റ് ആണ്. ഒന്ന് ഫോളിയേജ്, പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്ന ലീവ്സ്, ഫോളിയേജ് ലീവ്സും, പിന്നെ ഉള്ളത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്കെയിലി ലീവ്സ് ആണ്. അപ്പോൾ ഈ സൈക്കസിന്റെ ഒക്കെ സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കാം. നല്ല രസമാണ് കാണാൻ, മീശയൊക്കെ പോലെ ഉള്ള. അതൊക്കെ നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷൻ അനാട്ടമി ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. നിങ്ങൾക്ക് അറിയാം 3 ടൈപ്പ് ലൈഫ് സൈക്കിൾ ആണ് ഉള്ളത്. അതിന്റെ വീഡിയോ ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് ഇടുന്നതായിരിക്കും. ഡിപ്ലോണ്ടിക്, ഹാപ്ലോണ്ടിക്, ഹാപ്ലോഡിപ്ലോണ്ടിക്. ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത് അവയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റ് ആണ് അവയുടെ മെയിൻ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് വരുന്ന ജനറേഷൻ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ ഗ്യാമറ്റോഫൈറ്റിനേക്കാളും സ്പോറോഫൈറ്റ് ആണ് മൾട്ടി സെല്ലുലാർ ആയിട്ട് വരുന്നത്. അതിനാണ് നമ്മൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കോണാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോണിഫറേൽസ് ആണ്. കോണിഫറേൽസ് എന്ന് പറയുമ്പോൾ
സോ കോൺസ് പ്രസന്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ കോൺസ് പ്രസന്റ് ആയിട്ടുള്ള ജിംനോസ്പേംസിനാണ് നമ്മൾ കോണിഫറൽസ് എന്ന് പറയുന്നത്. ഈ ഒരു കോണിഫറൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പൈനസ് ആണ്. പൈനസ് ആണ് അധികവും ചോദിക്കുന്നത്. അധികവും നിങ്ങൾക്ക് എക്സാമിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കാനുള്ളത് പൈനസ് ആയിരിക്കും. പൈനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോണിഫറൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വുഡി നേച്ചറാണ്. നല്ല കട്ടിയുള്ള വുഡ് ആയിരിക്കും. അവരുടെ സെക്ഷനൊക്കെ എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഷ്രബായിട്ടും ട്രീ ആയിട്ടും പല രീതിയിലും അധികം വലിയ ടോൾ ട്രീ ആയിട്ടാണ് കാണുന്നത്. ഈ പിക്ചറാണ് പൈനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പ്രത്യേകത ഇവയ്ക്ക് 2 ടൈപ്പ് ലീവ്സ് ഉണ്ട്. ഒന്ന് ഈ കാണുന്ന പോലെ നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ്, കുറച്ച് ഇലോഗേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം, കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള ടിപ്സും. പിന്നെ ഉള്ളത് സ്കെയിൽ ലൈവ്സ്, സ്മോൾ ആയിരിക്കും. ഓക്കെ, കുറച്ച് അടുപ്പിച്ച് ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ട് സ്മോൾ ആയിട്ടുള്ള സ്കെയിൽ ലീവ്സും കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ കോൺസ് ആണ്. ഓക്കെ, നമ്മുടെ കോണിഫറൽസ് കോൺസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ കോണി എന്ന് പറയുന്നത്. ഓക്കെ, നേക്കഡ് സീഡ്സ്, ഈ കോൺസിന്റെ ഉള്ളിൽ ഈ സീഡ്സ് ഉണ്ടായിരിക്കും. കോൺസ് ഒക്കെ റീപ്രൊഡക്ഷൻ നടന്നിട്ട് സീഡ്സ് ആയിട്ട് മാറും. ഈ സീഡ്സ് ഒക്കെ പക്ഷേങ്കിൽ എന്താ, നേക്കഡ് ആയിരിക്കും. അവയ്ക്ക് ഓവറിന്റെ ഉള്ളിലായിരിക്കില്ല ഈ ഒരു സീഡ് ഫോം ചെയ്തത്. നമുക്കറിയാം ജിംനോസ്പേം എന്ന് പറയുന്നത് നേക്കഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ജിംനോസ്പേമിന്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ ഞാൻ കുറേ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിലെ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയാനുള്ളത് അവരുടെ എവർഗ്രീൻ നേച്ചർ ആണ്. അവരെന്താ ത്രൂ ഔട്ട് കൊഴിഞ്ഞു പോകാത്ത ലീവ്സ് കൊഴിഞ്ഞു പോകില്ല. ഇപ്പൊ വിന്റർ സീസൺ ആകുമ്പോഴും അവരുടെ ലീവ്സിന് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. സ്പോറോഫൈറ്റ് ആണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് കോണിഫറൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺസ് ആണ് ജിങ്കോയിൽസ്. അപ്പോൾ ജിങ്കോയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എക്സാമ്പിൾ ജിങ്കോ ബൈലോബയാണ്. ബാക്കി ഇതിൽ വരുന്ന എല്ലാ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആണ്. ജിങ്കോ ബൈലോബ മാത്രമേ ലിവിങ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ പിക്ചറിൽ കാണിക്കുന്ന ആളാണ് ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് ജിങ്കോയിൽസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുന്നത്. ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ട്രീ ആണ്. നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു സ്പീഷീസ് എങ്ങാണ്ട് ഈ ഒരു ജിങ്കോ ബൈലോബ കാണുന്നുണ്ട്. ഞാൻ ഫീൽഡ് വിസിറ്റിന് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവയുടെ വുഡ് എന്ന് പറയുന്നത് പിക്നോസൈലിക് ആണ്. അപ്പോൾ ഈ പിക്നോസൈലിക് വുഡ് എന്ന് വെച്ചാൽ അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള സെൽസ് ഒക്കെ അത്രയും അടുത്തടുത്ത് കാണുന്നത്, അതായത് അത്രയും ഹാർഡ് ആയിരിക്കും. നല്ല ഡെൻസിറ്റി ഉള്ള വുഡിനാണ് നമ്മൾ പിക്നോസൈലിക് എന്ന് പറയുന്നത്. ഓക്കെ, ജിംനോസ്പേംസിൽ ഏറെക്കുറെ എല്ലാം പിക്നോസൈലിക് ആണ്. പക്ഷെ കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ജിങ്കോയിൽസ് എന്ന് പറയുന്നത്. സോ ഇനി ഇവരുടെ ലീവ്സ് ആണ്. ഇവരുടെ ലീവ്സ് ഫാൻ ഷേപ്പ്ഡ്, അതായത് ഇതൊരു ഫാൻ ഷേപ്പ് പോലെയല്ലേ തോന്നുന്നത്, അല്ലെങ്കിൽ സ്ട്രാപ്പ് ഷേപ്പാണ്. പക്ഷെ അവ ഡീപ്ലി ഡിവൈഡഡ് ആയിരിക്കും. ഇതേപോലെ നടുവേ കൂടെ ചില ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡീപ്ലി ഡിവൈഡഡ് ആയിരിക്കും. ഡൈക്കോട്ടമസ് വീനിയേഷൻ ആണ്. വീനിയേഷൻ എന്ന് പറയുമ്പോൾ ഡൈക്കോട്ടമസ് വീനിയേഷൻ ആണ് കാണുന്നത്. ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഒക്കെ അറിയാലോ, അതേപോലെയാണ് ലീവ്സിലുള്ള വീനിയേഷൻ എന്ന് പറയുന്നത്. അവ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള കാറ്റ്കിൻ ലൈക്ക് മെയിൽ ഓർഗൻസ് ആണ്. നമ്മളുടെ ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അങ്ങനെ പിക്ചേഴ്സ് ഒന്നും അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. അവ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ആക്സിലറി അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടായിരിക്കുമല്ലോ, ആ ബ്രാഞ്ചിൽ കാറ്റ്കിൻ ലൈക്ക് ആയിട്ട്, കാറ്റ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൂച്ചവാലിലെല്ലാം വരുന്ന ആ ഒരു ഇൻഫ്ലോറസൻസ് ആണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. കാറ്റ്കിൻ ലൈക്ക് ആയിട്ടാണ് ഇവരുടെ ആക്സിലറി പൊസിഷനാണ് എല്ലാം കാണുന്നത്. മെയിൽ ഓർഗൻസിൽ മൈക്രോസ്പൊറാഞ്ചിയോഫോർ ഉണ്ടായിരിക്കും. ആ മൈക്രോസ്പൊറാഞ്ചിയോഫോറിന്റെ ഉള്ളിലാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഏകദേശം ഇതിന്റെ എണ്ണം ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. ഒരു മൈക്രോസ്പൊറാഞ്ചിയോഫോറിൽ ഏകദേശം 2 മുതൽ 12 വരെ പെൻഡുലസ് ഷേപ്പ് ആയിട്ടുള്ള മൈക്രോസ്പൊറാഞ്ചിയ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ സ്പെർമാറ്റോസോയിഡ്സ് ഉണ്ടല്ലോ, അവ മൊട്ടൈലാണ്, മൂവിങ് ആണ്. സ്പൈറൽ ബാൻഡ്സ് ഓഫ് ഫ്ലജെല്ല ഉണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒവ്യൂൾസ് എന്ന് പറയുന്നത് ടെർമിനൽ പൊസിഷനിലാണ്. ആക്ച്വലി അവ ഓവറിന്റെ ഉള്ളിലല്ല. ഓക്കെ, സീഡ്സ് ലാർജ് സൈസ്ഡ് ആണ്. സോ നമ്മുടെ ലിവിങ് ഫോസിൽ ഓഫ് പ്ലാന്റിൽ വരുന്ന ലിവിങ് ഫോസിൽ എന്ന് പറയുന്നതാണ് ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് ആണ്. ഇവയ്ക്കും ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ്. സോ
ലാസ്റ്റ് വണ്ണാണ് നീറ്റേൽസ് എന്ന് പറയുന്നത്. നീറ്റേൽസറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നീറ്റുമാണ്. നീറ്റും ഒക്കെ ഇവിടെ നമ്മുടെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റേൽസ് പല അവസ്ഥയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വുഡി വലിയ പ്ലാന്റ് നീറ്റ് പോലെയുള്ള വലിയ ട്രീ ആയിട്ട് കാണുന്നുണ്ട്, നീറ്റും നിമോൺ പോലെയുള്ള. അല്ലെങ്കിൽ ലയനാസ് ഇഴഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മരത്തിൽ ചുറ്റി വളരുന്ന വള്ളികളായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് വെൽവിഷ്യ മിറാബിലിസ് എന്ന് പറയുന്ന വേറൊരു പ്ലാന്റും കൂടിയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ലീവ്സ് എന്താ, ബാക്കിയൊക്കെ നമ്മൾ 2 ടൈപ്പ് ലീവ്സ് ഉണ്ട്, സ്കെയിലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നീറ്റെയിൽസിന് ഒരു ടൈപ്പ് ലീവ്സ് മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ എലിപ്റ്റിക്കൽ ഷേപ്പോ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഷേപ്പോ ഉള്ളതായിരിക്കും. ചിലതിൽ ലീവ്സേ കാണുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ് ഫിലോടാക്സിലാണ് ഇവ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ് ഫിലോടാക്സി എന്ന് പറയുമ്പോൾ അറിയായിരിക്കും നമ്മുടെ ലാമിയേസിയ ഫാമിലിയിലൊക്കെ ഉള്ള പോലത്തെ. പിന്നെ ഉള്ളത് ഇവരുടെ സെക്കൻഡറി വുഡിൽ വെസൽസ് പ്രസന്റ് ആണ്. ഓക്കെ, വെസൽസ് കാണുന്നുണ്ട് നീറ്റെയിൽസിൽ. ഓക്കെ, സോ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണ്, ഡയേഷ്യസ് അതായത് ഡയേഷ്യസ്. മൊണേഷ്യസ് ആയിട്ടുള്ളത് നീറ്റ്, മൊണേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നീറ്റം എന്ന് പറയുന്നത് മൊണേഷ്യസ് ആണ്. നമ്മൾ വിചാരിക്കും നീറ്റെയിൽസ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ആണോ, ഡയേഷ്യസ് ആയതുകൊണ്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള നീറ്റം ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, അത് മൊണേഷ്യസ് ആണ്. സോ ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതായി കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് അവയുടെ മെയിൽ കോണാണ്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ രണ്ടും കാണുന്നുണ്ട്. ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സ്ട്രബൈലി. മെയിൽ ഫ്ലവേഴ്സ് ആർ സറൗണ്ടഡ് ബൈ പെരിയാന്ത്. അപ്പോൾ ഫ്ലവറിന്റെ സ്ട്രക്ചറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓരോ മെയിൽ ഫ്ലവറിനും ആന്തറോഫോറി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഈ ഓരോ ആന്ത്രോഫോറിൻ്റെ അകത്തും 8 സിനാഞ്ചി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 8 സിനാഞ്ചി ആയിരിക്കും. പക്ഷെ ഒവ്യൂള് ഓരോന്നിലും ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ. ഫ്ലവറിൽ ഒവ്യൂള് ഓരോന്നിലും ഒരു ഫ്ലവറേ ഉണ്ടായിരിക്കുള്ളൂ, ഓരോ മെയിൽ ഫ്ലവറിലും. ന്യൂസെല്ലസിന്റെ കേസൊക്കെ ഓക്കെ. നീറ്റോഫൈറ്റി എന്ന് പറയുന്ന ഒരു പേരും കൂടി നമ്മുടെ നീറ്റെയിൽസിനുണ്ട്. സോ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ബാക്കി 3 കേസും ഡിപ്ലോണ്ടിക് ആണെങ്കിൽ നീറ്റെയിൽസ് എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. അതായത് സ്പോറോഫൈറ്റിക് ജനറേഷനും ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനും രണ്ടും പ്രൊമിനൻ്റ് ആയിട്ട് ഈ ഒരു ഇതിൽ പ്രസന്റ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഈ ഒരു ജിംനോസ്പെർമിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.